മീനൊക്കെ കഴിക്കാനുള്ള അതിയായ ആഗ്രഹമായിട്ടാണ് സെക്കന്ദരാബാദിൽ നിന്ന് ട്രെയിൻ കയറി നമ്മൾ നാട്ടിൽ വന്നത്. നാട്ടിൽ വന്നപ്പോൾ അതാണ്ട് കണ്ടെയ്നറും മറിഞ്ഞ് മഴയും വന്ന് കാറ്റും വന്ന് കോളും വന്ന് വെള്ളം ഇറങ്ങാത്ത അവസ്ഥ. അതിൻ്റെ കൂടെ ഇങ്ങനെ ട്രോളിങ്ങും എത്താറായേ. അപ്പോൾ ഉള്ള മീനൂടെ പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് മീൻ വാങ്ങിക്കാൻ പോയാലോ എന്ന് രാവിലെ ചിന്തിച്ചു. ആ ചിന്തയിലൊടുവിൽ വേറൊരു കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാ മീനൊന്നും കഴിക്കത്തില്ല കേട്ടോ. മത്തി വറുത്തത്, അയില വറുത്തത്, അയിലച്ചാറ് ഇതൊക്കെ കഴിക്കത്തുള്ളൂ. ആ മീൻ കിട്ടുകയും വേണം. അപ്പം ചോദിക്കും സെക്കന്ദരാബാദിൽ മീൻ കിട്ടത്തില്ലേന്ന്. അവിടെയും മീൻ കിട്ടും കേട്ടോ. കൊഞ്ച് കിട്ടും, പിന്നെ അവിടുത്തെ ആയിട്ടുള്ള ഈ രോഹു കട്ട്ള അതൊക്കെ കിട്ടുവേ. എന്നാൽ നമ്മളൊന്നും കഴിക്കത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നാട്ടിൽ വരുമ്പോഴേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഉണക്കമീനൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ കടൽ മീൻ വാങ്ങിക്കണമെങ്കിൽ കുറച്ചധികം ദൂരം പോകണേ. അവിടെ പോകാനാണെങ്കിൽ ഇപ്പം ചേട്ടനും അടുത്തില്ലല്ലോ. ഇപ്പം കുഞ്ഞും ഞാനും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇവിടെ ഒരു മീൻ നല്ല ഫ്രഷ് മീൻ കിട്ടുന്നൊരു കടയുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതാ മനസ്സിൽ ലഡു പൊട്ടി. അയിലയിരിക്കുന്നു, ചൂടയിരിക്കുന്നു, കൊഞ്ചിരിക്കുന്നു. കൊഞ്ച് പിന്നെ നമ്മൾ അവിടെ വെച്ച് എപ്പോഴും കഴിക്കുന്നില്ലേ, അതുകൊണ്ട് വേണ്ടേ. അപ്പോൾ ഇവിടെ കഴിക്കുന്നത് ഈ അയിലയും ചൂടയും മാത്രമേ ഉള്ളേ. ചെങ്കലവ കഴിക്കും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞാനൊരു ചെറിയ നാഗവല്ലിയായി. ഇതിൽ എന്ത് വാങ്ങിക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷനായി. ചൂട വാങ്ങിക്കണോ, അയില വാങ്ങിക്കണോ, ചെങ്കലവ വാങ്ങിക്കണോ. ലാസ്റ്റ് എല്ലാവരും വാങ്ങിക്കുന്നത് അയിലയും ചെങ്കലവയാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ, അയില വേണോ ചെങ്കലവ വേണോന്നേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശരിക്കും ചൂട മേടിക്കണമെന്നും പറഞ്ഞിറങ്ങിയാണ്. അവിടെ ചെന്നപ്പോൾ ചൂട അത്ര പച്ചയല്ല, പിന്നെ ആരും വാങ്ങിക്കുന്നതുമില്ല. അങ്ങനെ പിന്നെ അയിലയും വാങ്ങിച്ച് വീട്ടിലെത്തിയേ ചട്ടിക്കകത്തിൽ അയില കിടന്ന് തിളങ്ങുന്നുണ്ടപ്പോഴത്തേക്ക് മനസ്സിലഞ്ചാറ് ലഡു പൊട്ടി. ഈ ലഡു പൊട്ടലൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ചാറും ഏതെങ്കിലും ഒന്നെങ്കിൽ തല അല്ലെങ്കിൽ വാല് കഷ്ണം വറുത്താൽ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ. എന്നാൽ എനിക്ക് മീൻ്റെ എന്തെങ്കിലും ചാറെങ്കിലും വേണം താനും. അതെല്ലാം മീൻ്റെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞതുപോലെ ഈ അയിലയുടെയോ ചൂടയുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാറും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഷ്ണം വറുത്തത്. അങ്ങനെ കിട്ടിയ പാടെ പയ്യെ ഞാനങ്ങ് വെട്ടാമെന്ന് വിചാരിച്ചു. അമ്മ പറഞ്ഞ് ഞാൻ വെട്ടിത്തരാമെന്ന്. ഞാൻ പറഞ്ഞു നോ മീനിന്ന് പിടിക്കുമെങ്കിലും ചെയ്യാമല്ലോ. ആക്രാന്തമായിപ്പോയി. അങ്ങനെ പയ്യെ ഒരറ്റത്തുനിന്ന് വെട്ടി. പക്ഷേ ഇത് കറി വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മ കഴിച്ചില്ല കേട്ടോ. അമ്മ എന്തോ ഈ കടലിലൊക്കെ അന്ന് കപ്പൽ മുങ്ങി അതിൽ നിന്ന് കണ്ടെയ്നർ വന്ന് അതൊക്കെ ഓർത്തിട്ട് അതിൽ ഓയിലൊക്കെ ലീക്കായാലോ അതൊക്കെ ഓർത്തിട്ടായിരിക്കും അമ്മ കഴിച്ചില്ല. അങ്ങനെ വാലും ചാറും ഞാൻ കഴിച്ച്. കഷ്ണം പിന്നെ കുഞ്ഞുണ്ടല്ലോ, അവന് ഭയങ്കര ഇഷ്ടമാണ്, അവനും കഴിച്ച്. അപ്പോൾ കിട്ടിയ പാതി കിട്ടാത്ത പാതി ഇതിന് എന്ത് കറി വെക്കുമെന്നാണ് കൺഫ്യൂഷൻ. എന്ത് കറിയെന്ന് ഉദ്ദേശിച്ചത് ഈ മുളക് അരച്ച് വെക്കണോ തേങ്ങ അരച്ച് വെക്കണോ എന്നാണ്. അങ്ങനെ ഞാൻ അതിൽ 2 അയില എടുത്ത് വറക്കാൻ വെച്ച്. ഞാൻ പറഞ്ഞില്ല ഞാൻ വറുത്തത് മാത്രമേ കഴിക്കത്തുള്ളൂ. ഇതിന്ന് ഒരു പീസ് ഞാൻ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ അയിലയൊക്കെ വറക്കാൻ മുളകും കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് അയില അങ്ങനെ വറക്കാൻ വെച്ച്. ഇതിനകത്ത് ഈ പരിഞ്ഞിൽ എന്ന് പറയുന്ന മീനിൻ്റെ മുട്ടയുണ്ടായിരുന്നേ. കിട്ടിയ പാതി കിട്ടാത്ത പാടി ആ മുട്ടയും കൂടെ ഞാൻ അതിൻ്റെ സൈഡിലോട്ട് എടുത്ത് വെച്ച്. എന്നിട്ട് ആ മീൻ വറുത്ത് കഴിഞ്ഞിട്ട് ആ മുട്ടയെല്ലാം ഞാൻ തന്നെയാണ് തിന്നത്. അമ്മ പറഞ്ഞ് തിന്നോളാം, കാരണം ഞാനല്ലേ തിന്നാൻ. മുട്ടയെല്ലാം അകത്താക്കി. എന്നാൽ എനിക്ക് ഈ മീൻ ഇങ്ങനെ തന്നെ പിച്ചി കഴിക്കുന്ന ഇഷ്ടമല്ലേ. ചോറിൻ്റെ കൂടെ മാത്രമേ ഞാനങ്ങനെ മീൻ കഴിക്കത്തുള്ളൂ. എത്ര കടട്ടില്ലാത്ത ആക്രാന്തമായിട്ടിരുന്നാലും ശരി, ചോറിൻ്റെ കൂടെ അല്ലാതെ ഞാൻ മീൻ വറുത്തതോ മീനിൻ്റെ ചാറായാലോ ഒന്ന് ചുമ്മാ ടേസ്റ്റ് ചെയ്തുപോലെ നോക്കത്തില്ലേ. അപ്പോൾ എനിക്ക് ചോറിൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ ഇതൊക്കെ കഴിക്കാൻ ആഗ്രഹം. പിന്നെ ആ 2 അയില എടുത്ത് തേങ്ങയൊക്കെ അരച്ച് പച്ചക്കറി വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചോറിൻ്റെ കൂടെ മീൻ തന്നെ കഴിക്കുന്നത് ഇഷ്ടമല്ലേ. പിന്നെ ചോറും മീനിൻ്റെ ചാറും ക്യാബേജ് തോരനും പാവയ്ക്ക അച്ചാറാണ്, അതും കൂട്ടിയാണ് കഴിച്ചത്. സത്യം പറഞ്ഞാൽ സ്വർഗ്ഗമായിരുന്നു, സ്വർഗ്ഗം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.